ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ ജനറേഷൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, ജെൻ സി ഭയങ്കര മോശമാണ്, ഇവർ ഒന്നും എന്താ പറയുക നന്നായിട്ട് ചെയ്യുന്നില്ല, മയക്കുമരുന്നിന് അടിമകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജെൻ സി ഇപ്പോൾ ഭയങ്കര എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ജനറേഷനാണ്. എന്നാൽ നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെയുള്ള ജനറേഷൻസിനെ എങ്ങനെയാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് ബാക്കോട്ട് സഞ്ചരിച്ച് അന്ന് മുതലുള്ള ജനറേഷൻസിൻ്റെ പേരെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1883 മുതൽ 1900 വരെ ലോസ്റ്റ് ജനറേഷൻ, 1901 മുതൽ 1927 വരെ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ, 1928 മുതൽ 1945 വരെ സൈലൻറ്റ് ജനറേഷൻ, 1946 മുതൽ 1964 വരെ ബേബി ബൂമേഴ്സ്, 1965 മുതൽ 1980 വരെ ജനറേഷൻ എക്സ്, 1981 മുതൽ 1996 വരെ മില്ലേനിയൽസ്, 1997 മുതൽ 2012 ഇത്രയും ഫേമസ് ആയൊരു ജനറേഷൻ വേറെയില്ല, ജനറേഷൻ സി, 2013 മുതൽ 2024 വരെ ജനറേഷൻ ആൽഫ, 2025 മുതൽ 2039 വരെ ജനറേഷൻ ബീറ്റ, 2040 മുതൽ 2054 വരെ ജനറേഷൻ ഗാമ. ഇങ്ങനെയാണ് ഇപ്പോൾ ജനറേഷൻസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളിതിൽ ഏത് ജനറേഷനിലാണ് പെട്ടിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. ജെൻസിയെ നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ അവർ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതും. കാരണം പേരൻസിനോട് ബഹുമാനം ഇല്ലാതിരിക്കുക, പേരൻസ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, വളരെ സെൽഫിഷായിട്ട് സ്റ്റബേണായിട്ട് മുന്നോട്ട് പോവുക, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് ജീവിക്കുക, മോറൽ വാല്യൂസ് തീരെ ഇല്ലാതിരിക്കുക, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ലാതിരിക്കുക, കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര സെൽഫിഷായിട്ട് മുന്നോട്ട് പോകുന്നൊരു ജനറേഷനായിട്ട് പലപ്പോഴും കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു ജനറേഷൻ തന്നെയാണ് ജെൻസി എന്ന് പറയുന്നത്. കാരണം മൃഗങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും എന്നാൽ മനുഷ്യനെ വടിയെടുത്ത് തല്ലിക്കൊല്ലാൻ യാതൊരു മടിയും കാണിക്കാത്ത രീതിയിലുള്ള ഒരു സിമ്പതി എമ്പതിയൊക്കെ കാണിക്കുന്ന ഒരു പ്രത്യേക ജനറേഷനായിട്ട് ഈ ജെൻസി മാറിയിട്ടുണ്ട്. മാറ്റത്തിൻ്റെ കാലമായി, നന്നായി തിരിച്ചു വരേണ്ട കാലമായി എന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ.